ഈ കോൺഫറൻസിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട തീം നമ്മൾ ഈ ദിവസങ്ങളിൽ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രസംഗങ്ങളിലൂടെ നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും പ്രാപിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രത്യേക സെക്ഷന് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് റിവൈവൽ മീറ്റിംഗ് എന്നാണ്. ഉണർവിന് ഒരാരംഭം കുറിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ സെഷനുകളെല്ലാം ഞാനും അനുഗ്രഹം പ്രാപിച്ച് ശുശ്രൂഷകൾ വിടുതൽ പ്രാപിച്ചു വരികയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊപ്പം എനിക്കും പറയുവാനായിട്ട് കഴിയും, ഇതൊരു ഉണർവിലേക്കുള്ള നീക്കമാണ്. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ഇനിയും ഉണർത്തേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ ബോധ്യം. ഈ സെഷനുകളിൽ പങ്കെടുത്തവർ എല്ലാവരും ഉണർന്നിരിക്കുന്നു എന്നാണ്. കാരണം ഉറങ്ങുന്നവരെയാണ് ഉണർത്തേണ്ടതിൻ്റെ ആവശ്യം. നമ്മൾ ഉണർന്നു കഴിഞ്ഞു. എന്നാൽ ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ ഒരു വലിയ ആത്മപകർച്ച പ്രാപിക്കുവാൻ, റിസീവ് ചെയ്യുവാനുള്ള ഒരു ഒരുക്കത്തിനായിട്ടാണ് ഇന്ന് രാവിലെ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നത്. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ലഭിച്ചിരിക്കുന്ന തീം പോലെ യോവേൽ പ്രവചനം 2:28 നാം വായിച്ചതുപോലെ തന്നെ ആത്മാവിനാൽ ഐകമത്യപ്പെടുന്നൊരു തലമുറ വരുന്നു. ഹല്ലേലൂയ. ആത്മാവിനാൽ ഐകമത്യപ്പെടുന്ന ഒരു തലമുറ വരുന്നു. ഒരു സീസണിലേക്ക് പരിശുദ്ധാത്മാവ്, ഒരു പുതിയ സീസണിലേക്ക് പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ നമ്മെ നയിച്ചു കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവ് വരുത്തുന്ന, കാലാകാലങ്ങളിലായി വരുത്തുന്ന മാറ്റങ്ങൾക്കും ഉണർവുകൾക്കും ഭാഗമായി തീരുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് സഭയെ സദാകാലം ക്ഷണിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ വിളി കേൾക്കാനും അതിന് റെസ്പോണ്ട് ചെയ്യുവാനും കഴിയുന്നത് ഒരു ഭാഗ്യമാണ്. നിങ്ങൾ ഈ കോൺഫറൻസിൽ ഇത്ര ദൂരം യാത്ര ചെയ്ത് ഈ കൊളറാഡോയിൽ വന്നത് ഒരു പൊതുസമ്മേളനത്തിന് പങ്കെടുക്കുവാനല്ലെന്നും, ഈ ദിവസങ്ങളിൽ, ഈ കാലഘട്ടത്തിൽ, ഈ സീസണിൽ ദൈവം വരുത്തുന്ന ദൈവസഭയുടെ വലിയ ആത്മീയ ഉണർവിൻ്റെ ഭാഗമാക്കി നിങ്ങളെ തീർക്കുവാൻ ആത്മാവിനാൽ പ്രചോദിതമായി നിങ്ങളിവിടെ വന്നെത്തിയതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നോടൊപ്പം വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? യെസ്, എനിക്കും ഈ മാറ്റത്തിൻ്റെ ഭാഗമായി തീരണം, ഈ ഉണർവിൻ്റെ വാക്താവായി എനിക്കും മാറണമെന്നുള്ള ദാഹത്തോടെ, പ്രാർത്ഥനയോടെ ഇന്ന് പകൽക്കാലവും നമുക്കായിരിക്കാം. ദൈവത്തിന് സ്തോത്രം. ഇതിൻ്റെ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട്, ഇതിൻ്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്, ഇതിൻ്റെ സ്പിരിച്വൽ ബാക്ക്ഗ്രൗണ്ട് എല്ലാം ഇതിനോടകം ദൈവദാസന്മാർ പറഞ്ഞു കഴിഞ്ഞു. ആവർത്തന വിരസത ഒഴിവാക്കുവാൻ ഞാൻ ആ ഭാഗമെല്ലാം അങ്ങ് വിടുകയാണ്. നേരെ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ വാക്യത്തിൽ കാണുന്ന ചില കൂട്ടരുണ്ട്. ആരൊക്കെയാണ് ഐകമത്യപ്പെടേണ്ടത്? ഒന്നാമതും പ്രധാനവുമായി നാം എല്ലാവരും പരിശുദ്ധാത്മാവിനാൽ ഐക്യതപ്പെടേണ്ടത് ആവശ്യമാണ്. ആത്മാവിനോട് ഐക്യതപ്പെടണം. രണ്ടാമത് അവിടെ ചില കൂട്ടരെ കുറിച്ച് പറയുന്നു. പുത്രന്മാർ, പുത്രിമാർ, വൃദ്ധന്മാർ, യൗവനക്കാർ, ഇവരെയൊക്കെയും ഐകമത്യപ്പെടുത്തുന്ന ഒരു ആത്മീക ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. ഞാനത് പറയുമ്പോൾ പിന്നെ എന്തുകൊണ്ടത് പറയുന്നു എന്ന് നിങ്ങൾ ചോദിച്ചാൽ, ഇന്ന് ഈ ഐക്യത സഭയ്ക്കകത്ത് നഷ്ടപ്പെട്ടിരിക്കുന്നു. ആത്മഭാരത്തോടെ കർത്തൃദാസന്മാർ ഈ തീം തിരഞ്ഞെടുക്കുമ്പോൾ ഞാൻ കരുതുന്നു, ഞാൻ വിശ്വസിക്കുന്നു, പരിശുദ്ധാത്മാവിന് ഈ കാലഘട്ടത്തിൽ സഭയിൽ വരുത്തുവാനുള്ള മാറ്റത്തിന് വേണ്ടിയാണ് ഈ തീം കൊടുത്തതെന്നാണ്. അങ്ങനെയെങ്കിൽ ഈ കോൺഫറൻസ് കഴിഞ്ഞ് നമ്മൾ മടങ്ങി പോകുമ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ സഭയിൽ, നമ്മുടെ ദേശത്തിൽ ഈ മാറ്റം കൊണ്ടുവന്നേ പറ്റത്തുള്ളൂ. ആ മാറ്റം നമ്മളിൽ തുടങ്ങി നമ്മളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു സമൂഹത്തിലേക്ക് വ്യാപരിക്കുവാൻ ഇടയായി തീരണം. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ ഇല്ലാത്തതും എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് നൽകി തരുവാൻ പോകുന്നതും ഈ ദിവസങ്ങളിൽ നാം പ്രാപിച്ചു കൊണ്ടിരിക്കുന്നതുമായ ഒരു കാര്യമാണ് ആത്മാവിനാലുള്ള ഐക്യത എന്ന് പറയുന്നത്. ഞാനിത് പറയുമ്പോൾ അതിൻ്റെ ആവശ്യം എന്താണെന്ന് നിങ്ങൾ ചിന്തിക്കും. ഇന്നത്തെ കുടുംബങ്ങളിൽ ഐക്യതയുണ്ടോ? എത്ര കുടുംബങ്ങളിൽ ഭാര്യ ഭർത്താവ് തമ്മിൽ ഐകമത്യപ്പെട്ടിരിക്കുന്നു, ഐക്യതയുണ്ടായിരിക്കുന്നു? എത്ര കുടുംബങ്ങളിൽ മാതാപിതാക്കളും കുഞ്ഞുങ്ങളും തമ്മിൽ ഐക്യതയുണ്ട്? എത്ര കുടുംബങ്ങളിൽ സഹോദരങ്ങൾ തമ്മിൽ ഐക്യതയുണ്ട്? എത്ര സഭകളിൽ സഹോദരങ്ങൾ, വിശ്വാസികൾ തമ്മിൽ ഐക്യതയുണ്ട്? എത്ര സഭകളിൽ പാസ്റ്ററും വിശ്വാസിയും തമ്മിൽ ഐക്യതയുണ്ട്? എത്ര സഭകളിൽ അല്ലെങ്കിൽ സംഘടനകളിൽ നേതാക്കന്മാർ തമ്മിൽ ഐക്യതയുണ്ട്? കോൺഫറൻസിൽ ഐക്യതയുണ്ടോ? എവിടെ നോക്കിയാലും ഐക്യത കുറവ് പ്രകടമാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് ഈ കാലഘട്ടത്തിൽ നമ്മോട് പറയുന്നത്, നഷ്ടപ്പെടുത്തിയ ഐക്യതയിലേക്ക്, ആത്മാവിന്റെ ഐക്യതയിലേക്കും ദൈവത്തിന്റെ സഭ മടങ്ങി വരണം. അതിനു വേണ്ടിയ ദൂതുകളാണ്, സന്ദേശങ്ങളാണ്, ആരാധനകളാണ് ഇവിടെ ദൈവം നൽകിക്കൊണ്ടിരിക്കുന്നത്. നാം ചിന്തിക്കും, ആരാണ് ഇതിന്റെ ഉത്തരവാദി? God never made a mistake. ദൈവം ഒരിക്കലും തെറ്റുകാരനല്ല. ദൈവം നമ്മെ സൃഷ്ടിച്ചതിലോ നമ്മെ തിരഞ്ഞെടുത്തതിലോ തെറ്റിപ്പോയിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു.
തെറ്റുകാർ നമ്മൾ മാത്രമാണ്. ഐക്യത നഷ്ടപ്പെടുത്തിയത് ദൈവമല്ല, മനുഷ്യനാണ്. ദൈവം സൃഷ്ടിച്ചപ്പോൾ ഉൽപ്പത്തിയുടെ ആരംഭം മുതൽ വളരെ വ്യക്തമായി ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നു. ദൈവിക ഉദ്ദേശശുദ്ധിയോടെ ദൈവം സകലത്തെയും സൃഷ്ടിച്ചു. ഉദാഹരണം, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ തുടങ്ങി നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്. ഭൂമിയിൽ നിന്ന് പുല്ലും വിത്തുള്ള സസ്യങ്ങളും ഭൂമിയിൽ അതത് തരം വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളച്ചു വരട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. ഭൂമിയിൽ നിന്ന് പുല്ലും അതത് തരം വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളച്ചു വന്നു. നല്ലത് എന്ന് ദൈവം കണ്ടു. അനേക സൃഷ്ടികൾ നടത്തിയതിൻ്റെ ഒരു പ്രധാന ഭാഗം സസ്യങ്ങളെയും വൃക്ഷങ്ങളെയും സൃഷ്ടിച്ചു എന്നതാണ്. ദൈവം സൃഷ്ടിച്ചപ്പോൾ അതതു തരം ഫലം കായ്ക്കുന്ന വിത്തുള്ള വൃക്ഷങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു. അതിൻ്റെ അർത്ഥം ദൈവം എല്ലാ കാലത്തും സൃഷ്ടിപ്പ് നടത്തുന്നില്ല. ഭൂമിയുടെ ആരംഭത്തിങ്കൽ, സൃഷ്ടിയുടെ ആരംഭത്തിങ്കൽ ദൈവം സസ്യങ്ങളെ സൃഷ്ടിച്ചു, വൃക്ഷങ്ങളെ സൃഷ്ടിച്ചു. അപ്പോൾ ദൈവം ഫലമുള്ള വൃക്ഷങ്ങളെ സൃഷ്ടിച്ചു. വെറുതെ ഫലമല്ല, വിത്തുള്ള ഫലങ്ങൾ കായ്ക്കുന്ന വൃക്ഷങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു. അതിനർത്ഥം ഈ പരമ്പര അങ്ങനെ തന്നെ ജനിതക ശുദ്ധി നഷ്ടപ്പെടുത്താതെ തുടരണമെന്ന് ദൈവം ആഗ്രഹിച്ചു. ഭൂമിയുള്ള കാലത്തോളം ഈ പ്രകൃതിക്ക് മാറ്റമില്ല. ഓരോ വൃക്ഷത്തിലും അതതു തരം ഫലങ്ങളും അതതു തരം വൃക്ഷങ്ങൾ മുളച്ചു വരത്തക്ക വിത്തുകളും ദൈവം നിക്ഷേപിക്കുന്നു. നിങ്ങളൊരു ചക്ക പറിച്ചിട്ട് അതിൻ്റെ വിത്തെടുത്ത് നട്ടാൽ ഒരു പ്ലാവേ കിളുക്കത്തുള്ളൂ. കാലം എത്ര കഴിഞ്ഞാലും മാവ് കിളുക്കത്തില്ല. ഒരു മാങ്ങ എടുത്തിട്ട് അതിൻ്റെ വിത്ത് നട്ടാൽ അതിൽ മാവേ കിളുക്കത്തുള്ളൂ, തെങ്ങ് കിളുക്കത്തില്ല. കാലം എത്ര മുൻപോട്ട് പോയാലും പ്രകൃതിയുടെ നിയമത്തിനും മാറ്റമില്ല. ജനിതക ശുദ്ധി നഷ്ടപ്പെടാതെ, കൃത്യമായി പറഞ്ഞാൽ ദൈവത്തിൻ്റെ സൃഷ്ടിക്ക് മാറ്റം വരാതെ, ഉദ്ദേശശുദ്ധി മാറ്റപ്പെടാതെ അവസാന കാലം വരെ തുടരണമെന്ന് ഉൽപ്പത്തിയുടെ ആരംഭത്തിങ്കൽ ദൈവം തീരുമാനിച്ചു. അതാണ് സൃഷ്ടിയുടെ പ്രത്യേകത. അങ്ങനെയെങ്കിൽ ആമേൻ, ദൈവത്തിന് സ്തോത്രം. ആമേൻ, മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. ആമേൻ, അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ കാണുന്നു. അനന്തരം ദൈവം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പറവജാതിമേലും മൃഗങ്ങൾ മേലും സർവ്വഭൂമിയുമേലും ഭൂമിയിൽ ഇടയുന്ന സകല ഇടജാതിമേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. ജനിതക ശുദ്ധി നഷ്ടപ്പെടുത്തിയ ഒരേ ഒരു ക്രിയേഷൻ മാൻകൈൻഡ് മാത്രമാണ്. മനുഷ്യന്റെ സൃഷ്ടിക്ക് മാറ്റം വന്നു, ഉദ്ദേശശുദ്ധി മാറിപ്പോയി. കാരണം ദൈവത്തിന്റെ പ്രശ്നമല്ല, അത് മനുഷ്യന്റെ വീഴ്ച കാരണമാണ്. ആദിമ മാതാപിതാക്കൾ പാപം ചെയ്ത് ജനിതക ശുദ്ധി നഷ്ടപ്പെട്ടത് കൊണ്ടാണ് കയീൻ തന്റെ സഹോദരന്റെ കൊലപാതകിയായി തീർന്നത്. ദൈവസഭയോട് ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു ചോദിക്കുന്നു, നമ്മെ തിരഞ്ഞെടുത്താക്കി വെച്ച ആമേൻ വിശുദ്ധിയുടെ പ്രതീകമായി സഭയിൽ നട്ട് സ്വപുത്രനെ നമുക്ക് വേണ്ടി കാൽവരിയിൽ തന്ന് രക്തം നൽകി വീണ്ടെടുത്ത നമ്മെ അതേ ശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കുവാൻ പരിശുദ്ധാത്മാവിനെ തുണയായി തന്നിരിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന ദൈവസഭ ഇന്ന് പകൽക്കാലം ആമേൻ മനസ്സിലാക്കുക, എത്ര പേർ ആ ജനിതക ശുദ്ധി നഷ്ടപ്പെടാതെ വിശുദ്ധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവുമായി ഐകമത്യപ്പെട്ട് ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുന്നു. ശുദ്ധി നഷ്ടപ്പെട്ടപ്പോ, ഐക്യത നഷ്ടപ്പെട്ടപ്പോ സ്വർഗത്തിലെ ദൈവം വീണ്ടും സംസാരിക്കുന്നു, മടങ്ങി വരിക ഉദ്ദേശ ശുദ്ധിയിലേക്ക്. കർത്താവിന്റെ മണവാട്ടി മടങ്ങി വരിക. അതല്ലേ ഈ ദിവസങ്ങളിൽ മുഴങ്ങി കേൾക്കുന്ന ആഹ്വാനം. ദൈവത്തിന് സ്തോത്രം. ഒരു മടങ്ങിപ്പോക്ക് സഭയ്ക്ക് ആവശ്യമായിരിക്കുന്നു. ഒരു ഉണർവിന്റെ കാലഘട്ടത്തിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് വീണ്ടും നമ്മെ വിളിക്കുകയാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. തേങ്ങ പറിക്കുന്ന തേങ്ങ പറിച്ചിട്ടുള്ളവർ, ഇവിടെ ഇരിക്കുന്ന മുതിർന്നവർ എന്നോട് ചേർന്ന് വരുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. തേങ്ങ ഇടുമ്പോൾ അതിൽ ചിലത് പേട്ട് തേങ്ങയായിട്ട് എറിഞ്ഞു കളയാറുണ്ട്. എന്ന് പറഞ്ഞാൽ അതിനകത്തു നിന്ന് ഇനി ഒരു ഗുണമില്ല, മറ്റൊരു സസ്യം അതിനകത്തു നിന്ന് പുറപ്പെടത്തില്ല, അത് ഉപയോഗശൂന്യമാണ്. അത് പേട്ട് തേങ്ങ എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റിയിടാറുണ്ട്. ഇന്ന് സഭയ്ക്കകത്തും അതുപോലുള്ള ചില പേട്ട് തേങ്ങകൾ വന്ന് വീണ് കിടക്കുന്നു എന്ന് പറയാതിരിക്കാൻ വയ്യ. ആമേൻ. ഉദ്ദേശശുദ്ധി വിട്ടുപോയ, വിശുദ്ധി കാത്തു സൂക്ഷിക്കാത്ത, ദൈവത്തിന്റെ വിളിക്കൊത്തവണ്ണം നിൽക്കാത്തൊരു തലമുറ നമ്മുടെ മധ്യത്തിൽ ഉണ്ടെന്ന് വളരെ ദുഃഖത്തോടെ ഞാൻ വിളിച്ചു പറയുന്നു. പ്രൈസ് ദി ലോർഡ്.
എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു ഉദാഹരണം പറയാം. മാംഗോ ഫ്രൂട്ട് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. ഈവൻ ഡയബറ്റീസ് ഹൈ ആയപ്പോലും മാങ്ങ പൂളി കൊണ്ട് വച്ചാൽ നമ്മൾ നോ പറയത്തില്ല. നമ്മുടെ കടയിൽ പോയി നമ്മുടെ ആൻറ്റിമാരും അങ്കിളുമാരും ഒക്കെ മാങ്ങാപ്പഴം വാങ്ങുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. സാധാരണ ഒരു കേസിലാണ് അത് വരുന്നത്. ഒരു 6-7 മാംഗോ ഫ്രൂട്ട് ഒരുമിച്ച്. അതിലൊരെണ്ണം നമ്മൾ എടുത്തു വെക്കുമ്പോൾ അതെല്ലാം നമുക്ക് തൃപ്തികരമല്ല. അതുകൊണ്ട് അതിൽ ചില സ്പോട്ട് കാണും, കേട് ഉണ്ടെന്നും വാടിയതും നന്നായി പഴുക്കാത്തതും ഒക്കെ തിരിഞ്ഞ് നമ്മൾ അടുത്ത കേസിൽ നിന്ന് മാറ്റി എക്സ്ചേഞ്ച് ചെയ്ത് വെക്കും. ഇത് നമ്മുടെ ഒരു രീതിയാണ് മലയാളികളുടെ. ഞാൻ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു ഇന്ത്യൻ സ്റ്റോറിൽ ചെന്നപ്പം ആ കേസിൻ്റെ മേളിൽ ഇങ്ങനെ തലങ്ങും വിലങ്ങും ഒക്കെ ടേപ്പ് ഒട്ടിച്ചിരിക്കുന്നു. എനിക്ക് മനസ്സിലായി നമ്മളെപ്പോലുള്ള ആളുകളുടെ ശല്യ നിമിത്തം അവർ ടേപ്പ് ഒട്ടിച്ചിരിക്കണം. അതിൻ്റെ ഇടയിൽ കൂടെ വിരലിട്ടൊരു ആൻറ്റി അതിൽ നിന്ന് എടുക്കാൻ നോക്കുക, മാറ്റിയെടുക്കാൻ, നല്ലത് മാത്രം തിരഞ്ഞെടുത്ത് മറ്റത് ഒഴിച്ചിടാനായിട്ട് ഉള്ളൊരു ടെൻഡൻസി. എന്ന് പറഞ്ഞാൽ കേടുള്ള മാങ്ങാപ്പഴം വില കൊടുത്ത് കൊണ്ടുവരാൻ നമുക്ക് ഇഷ്ടമല്ല. അതിനകത്ത് രുചിയുള്ള അതിൻ്റെ ഫ്ലഷ് ഇല്ലെന്ന് നമുക്കറിയാം. അത് കേട് വന്നതുകൊണ്ട് അത് കേട് വരാത്തത് നോക്കിയെടുക്കുകയാണ്. എന്നാലും അങ്ങനെ തിരഞ്ഞെടുത്ത് കൊണ്ടുവരുന്ന മാങ്ങ വീട്ടിൽ കൊണ്ടുവന്ന് കഴുകിച്ച് അതിനെ വൃത്തിയാക്കി അതിൻ്റെ സ്കിന്നൊക്കെ റിമൂവ് ചെയ്ത് അത് കട്ട് ചെയ്ത് വരുമ്പോൾ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ ചിലതിൻ്റെ വിത്തിനോട് ചേർന്ന് കേട് കാണാം. ആൻഡ് ഫ്ലഷ് നമ്മൾ ഉപയോഗിക്കാം, ചിലപ്പോൾ എടുത്തേക്കും. എന്നാൽ അതിൻ്റെ ഒരു ഭാഗം കേട് വന്നിട്ട് ആഴത്തിൽ അതിൻ്റെ വിത്തിലേക്ക് ആ കേട് വ്യാപിച്ചിരിക്കുന്നത് നിങ്ങളൊരു പക്ഷെ കണ്ടിരിക്കും. ഞാൻ ചിന്തിച്ചു, ഇതിൻ്റെ ഫ്ലഷിനൊരു കുഴപ്പവും പറ്റിയിട്ടില്ല, ഒരടയാളവുമില്ല, അതിൻ്റെ സ്കിന്നിനും ഒരടയാളവുമില്ല, ഒരു സ്പോട്ട് പോലും സ്കിന്നിലില്ലായിരുന്നു, ഒരു കേടിൻ്റെ ഒരു സിംറ്റവും ദൂരെ നിന്ന് ഞാൻ നോക്കിയപ്പോൾ കണ്ടില്ല. പിന്നെ എങ്ങനെയാണ് ഇതിൻ്റെ ഉൽപാദന ശേഷിയെ അല്ലെങ്കിൽ അതിൻ്റെ ജനിതക ശേഷിയെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് അടുത്തൊരു നാമ്പ വിത്തിൽ നിന്ന് പുറപ്പെടാതെ വണ്ണം അതിനെ നിർമൂലമാക്കിയ ആ വലിയ കേട് അതിനകത്ത് പ്രവേശിച്ചത്? അപ്പോൾ ഞാൻ മനസ്സിലാക്കി, ഇത് മാങ്ങയുണ്ടായ ശേഷം ആരെങ്കിലും കടത്തിവിട്ട ഒരു അപകടമല്ല. ഇത് പൂവായിരുന്നപ്പോൾ ഇതിലേക്ക് പറന്നു വന്നിരുന്നൊരു വണ്ടിൽ നിന്ന് വ്യാപരിച്ചൊരു കേടാണ് ഇതിനകത്തേക്ക് കയറിയത്. ഈ കേട് എപ്പോഴാ സംഭവിച്ചത്? തലമുറയ്ക്ക് ഈ നഷ്ടം എപ്പോഴാ സംഭവിച്ചത്? തലമുറ ദൈവത്തിൽ നിന്ന് അകന്നുപോയത് എപ്പോഴാ? ഇപ്പോൾ ഒന്നുമല്ല. ഇതിനുള്ളിൽ ഇരുന്നപ്പോൾ, ഇതിനകത്തിരുന്നപ്പോൾ, അത് ഉരുവായി വന്നപ്പോൾ, അതിന്റെ ആരംഭത്തിങ്കൽ തന്നെ അതിന് നേരിട്ട ഒരു വലിയ അപകടം, അതിനെ തേടി വന്ന ഒരു കേട്, അതിനെ ലക്ഷ്യമിട്ട് വന്ന ഒരു ശത്രു വിതച്ച ഒരു കളയാണ് അതിന്റെ ജീവനെ എടുത്തുകൊണ്ട് എന്നേക്കുമായി ആ പരമ്പര അവസാനിപ്പിക്കുവാൻ ഇടയായി തീർന്നത്. എന്നെ കേൾക്കുന്ന ദൈവസഭ മനസ്സിലാക്കണം, ഇന്ന് തലമുറകളെ ചൊല്ലി ദുഃഖിക്കുന്ന, തലമുറകളുടെ ഭാവി ഓർത്ത് കരയുന്ന അനേക മാതാപിതാക്കൾ സഭകൾക്കകത്തുണ്ട്. എൻ്റെ കുഞ്ഞിനെ കുറിച്ചുള്ള ദൈവിക പദ്ധതിക്കായി, പിന്മാറിപ്പോയ എൻ്റെ മക്കൾക്കായി, അവരുടെ മടങ്ങി വരവിന് വേണ്ടി പ്രാർത്ഥിക്കണമേ ദൈവദാസനെ എന്നപേക്ഷിക്കുന്ന അനേകരുണ്ട്. ഞാൻ സഭയോട് വിളിച്ചു പറയുന്നു, അങ്ങനെയുള്ള കുടുംബങ്ങൾ, അങ്ങനെയുള്ള വ്യക്തികൾ, അങ്ങനെയുള്ള തലമുറകൾ, അവർക്ക് അപകടം നേരിട്ടത് ഇന്നും ഇന്നലെയുമല്ല. കഴിഞ്ഞ വർഷം ട്രാൻസ്ഫറായി വന്ന പാസ്റ്ററുടെ പ്രസംഗം നിമിത്തമല്ല. ദൈവത്തിന് സ്തോത്രം. കുടുംബങ്ങൾക്കകത്തു വച്ച് ജീവൻ ഉരുവായിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ശത്രു അവരെ ലക്ഷ്യമിട്ട് നടത്തിയ ഒരാക്രമണത്തിന്റെ ഫലമാണ് അവരുടെ ആത്മീയ ഭാവി ഇല്ലാതെയായി പോയത്. ഇത് സംഭവിക്കാതിരിക്കേണ്ടതിന്, അങ്ങനെ ഉണ്ടായ അപകടങ്ങളിൽ നിന്ന് ഈ തലമുറയെ വീണ്ടെടുക്കേണ്ടതിന് മാതാപിതാക്കളെ, ദൈവത്തിന്റെ ദാസീദാസന്മാരെ, നമ്മിൽ പകർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിക്ക് മാത്രമേ കഴിയത്തുള്ളൂ. പ്രസംഗം കൊണ്ടും കൗൺസിലിംഗ് കൊണ്ടും ഒന്നും മാറാത്തത് ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിക്ക് കഴിയും. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ ഉപദേശം കൊണ്ട്, നിങ്ങളുടെ പാസ്റ്ററുടെ ഉപദേശം കൊണ്ട് സാധിക്കാത്തത് നിങ്ങളുടെ ഉള്ളിൽ വ്യാപരിക്കുന്ന ദൈവശക്തിക്ക് സാധിക്കും. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആ മനുഷ്യന്റെ ഉൽപ്പത്തിയുടെ വിവരണം 2-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിന്റെ 7-ാമത്തെ വാക്യത്തിൽ, ഉൽപ്പത്തി 2:7 ഇങ്ങനെ വായിക്കുന്നു: യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി അവൻ ജീവനുള്ള മനുഷ്യനായി തീർന്നു. ദൈവം ഒരിക്കലേ മനുഷ്യനെ സൃഷ്ടിക്കാൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നുള്ളൂ. പൊടിയിൽ നിന്ന് ആദാമിനെയും ആദാമിന്റെ വാരിയിൽ നിന്ന് ഹവ്വയെയും സൃഷ്ടിച്ച ദൈവം പിന്നൊരിക്കലും മറ്റൊന്നിനെ
മനുഷ്യനെ സൃഷ്ടിക്കാൻ ഭൂമിയിലേക്ക് തിരിച്ചു വന്നില്ല. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഉണ്ടാക്കിയ മനുഷ്യൻ ശരിയായില്ല എന്ന് പറഞ്ഞ് അവൻ തെറ്റിപ്പോയെന്ന് പറഞ്ഞിട്ട് രണ്ടാമത് വേറൊരെണ്ണം നിർമ്മിക്കാം എന്ന് ദൈവം ആഗ്രഹിച്ച് മടങ്ങി വന്നില്ല. മറിച്ച് നഷ്ടപ്പെട്ടില്ല എന്ന് മനുഷ്യന് ബോധ്യപ്പെടുത്തുകൊണ്ട് തൻ്റെ ഏകജാതനായ പുത്രനിലൂടെ വീണ്ടെടുക്കുവാൻ ഒരു വലിയ പദ്ധതിയുമായിട്ടാണ് ദൈവം മടങ്ങി വന്നത്. അങ്ങനെയെങ്കിൽ ഇസ്രായേലിനെ കുറിച്ച് യിരെമ്യാ പ്രവചനം 18 വായിക്കുന്നത് പോലെ, കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ ഇസ്രായേലെ നീ എന്റെ കയ്യിൽ ഇരിക്കുന്നു. ഉടഞ്ഞുപോയ പാത്രത്തെ മറ്റൊരു മഹത്വമായ പാത്രമാക്കി തീർത്തുകൊണ്ട് അവൻ ഉടയ തമ്പുരാൻ എന്നെയും നിന്നെയും നമ്മുടെ തലമുറയെയും വീണ്ടെടുക്കുമെന്നുള്ളൊരു വലിയ ഉറപ്പ്. ശത്രു അപകരിച്ചു എങ്കിലും, തട്ടിയെടുക്കുവാൻ ശ്രമിച്ചുവെങ്കിലും, കള വിതച്ചെങ്കിലും വിട്ടുകൊടുക്കാതെ മടക്കി പിടിക്കാൻ, അതിനെ മറ്റൊന്നായി പണിതെടുക്കുവാൻ കഴിയുമെന്നുള്ള ഉറപ്പോടെ ഈ കോൺഫറൻസിൽ ഇന്ന് പകൽ ദൈവസഭ അടുത്ത തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. ദൈവത്തിന് സ്തോത്രം. കേടുവന്നതിന്റെ കേടുമാറ്റി നഷ്ടപ്പെട്ടതിനെ മടക്കി കൊണ്ടുവന്ന് യഥാസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഐക്യതയോടെ ഒരു പുതിയ തലമുറ എഴുന്നേൽക്കേണ്ടതിന് ദൈവത്തിന്റെ ആത്മാവ് ഈ കോൺഫറൻസിന് ആഹ്വാനം കൊടുക്കുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ഇടയിലും സ്വർഗം നഷ്ടപ്പെടുത്തിയവരുണ്ട്. അപ്പൊ നിങ്ങൾ ചോദിക്കും, അതെങ്ങനെയാ, അവരെങ്ങനെ തിരിച്ചറിയാം? ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഞങ്ങളുടെ സഭയിൽ അതിഥിയായി വന്നൊരു ദൈവദാസൻ ഒരു ചെറിയ ബൈബിൾ സ്റ്റഡിയിൽ, ഒരു വീട്ടിൽ വെച്ച് നടന്ന ഒരു ബൈബിൾ സ്റ്റഡിയിൽ പറഞ്ഞ ചില കാര്യങ്ങൾ എന്നെ ഭയങ്കരമായി ഇൻഫ്ലുവൻസ് ചെയ്തു, ഇൻസ്പയർ ചെയ്തു. അദ്ദേഹത്തിൻ്റെ ചില വാക്കുകൾ തന്നെ ഞാൻ കടമെടുത്ത് പറയട്ടെ. സ്വർഗം നഷ്ടപ്പെടുത്തുന്നവർ ഇന്നുമുണ്ട്. അതിനുത്തമമായ ചില ഉദാഹരണങ്ങൾ ഞാൻ വേഗത്തിൽ വേദപുസ്തകത്തിൽ നിന്ന് ചൂണ്ടിക്കാണിക്കാം. മത്തായി സുവിശേഷം 25-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ 5 കന്യകമാരെ കുറിച്ച് നമ്മൾ വായിക്കുന്നു. അവർക്ക് വിളക്കുണ്ടായിരുന്നിട്ടും, വിളക്കിൽ എണ്ണയുണ്ടായിരുന്നിട്ടും, തീയുണ്ടായിരുന്നിട്ടും അവർക്ക് സ്വർഗം കിട്ടിയില്ല. സ്വർഗം നഷ്ടപ്പെടുത്തിയവർ, വിളക്കുള്ളവർ, തീയുള്ളവർ, എണ്ണയുള്ളവർ. അവിടെ ഇങ്ങനെ വായിക്കുന്നു, മണവാളൻ വരുന്നു എന്ന ശബ്ദം കാഹളവും മുഴങ്ങിയപ്പോൾ അവരുടെ വിളക്കുകൾ കെടാറായി വന്നു. ഇന്നും സഭയ്ക്കകത്ത് കെട്ടുകൊണ്ടിരിക്കുന്ന ചില വിളക്കുകളെ നമുക്ക് കാണുവാൻ കഴിയും. എണ്ണ വറ്റിക്കൊണ്ടിരിക്കുന്ന ചില വിളക്കുകളെ കാണുവാൻ കഴിയും. ചില ശുശ്രൂഷകന്മാരുടെ ജീവിതത്തിൽ ശുശ്രൂഷയിൽ വിളക്ക് കെട്ടു തുടങ്ങിയിരിക്കുന്നു എന്ന് കാണുവാൻ കഴിയും. ശുശ്രൂഷ അവസാനിച്ചു എന്ന് കരുതി നിരാശയോടെ ഇരിക്കുന്നവരെ കാണുവാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. തക്ക സമയത്ത് വിളക്ക് കത്തിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമാണെന്ന് ഇന്ന് പകൽ സഭ തിരിച്ചറിയണം. നിനക്ക് വിളക്കുള്ളത് ശരിയാ, നിന്റെ കയ്യിൽ എണ്ണയുണ്ടായിരുന്നതും ശരിയാ, നീക്കൊരിക്കൽ കത്തിയതും ശരിയാ. തക്ക സമയത്ത് നീ കത്തിയില്ലെങ്കിൽ, ഈ സീസണിൽ കത്തുന്ന ഈ തീ നിന്റെ മേലും വ്യാപരിച്ചില്ലെങ്കിൽ, ഈ സീസണിൽ പരിശുദ്ധാത്മാവ് വരുത്തുന്ന ആമേന ഉണർവ് നിനക്കും പ്രാപിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ, സഹോദര സഹോദരി, ദൈവദാസ ദൈവദാസി, ഈ കോൺഫറൻസ് നിനക്കൊരു ഗുണവും ചെയ്യത്തില്ല. പക്ഷേ ഈ കാലഘട്ടത്തിന് ആവശ്യമായ ഉണർവിന്റെ കാറ്റുവിടെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്തേക്കൊന്ന് കയറി നിൽക്കാൻ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അങ്ങനെ സ്വർഗം നഷ്ടപ്പെടുത്തുന്നവരുടെ കൂട്ടത്തിൽ ആകരുത്. 2026 കോൺഫറൻസിൽ നെക്കോഗിൽ പങ്കെടുത്തവർ, ദൈവത്തിന് മഹത്വം. അതിന്റെ താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിന്റെ 14-ാമത്തെ വാക്യത്തിൽ ഒരു യജമാനനെ കുറിച്ചും 3 ദാസന്മാരെ കുറിച്ചും വായിക്കുന്നു. യജമാനന്റെ പക്കൽ താലന്തുകൾ ഉണ്ടായിരുന്നു. അദ്ദേഹം ദൂരേക്ക് യാത്ര പോകുമ്പോൾ തൻ്റെ ദാസന്മാരെ വിളിച്ചു. ഒരുവൻ 5, ഒരുവന് 2, ഒരുവന് 1. അവനവൻ്റെ പ്രാപ്തിക്കൊത്തവണ്ണം കൊടുത്തു. അങ്ങനെ ആ വചനം പറയുന്നേ. ദൈവം അവനവൻ്റെ പ്രാപ്തിക്കൊത്തവണ്ണമാ തരുന്നേ. ദൈവത്തിന് സ്തോത്രം. ഒരുവൻ 5, ഒരുവന് 2, ഒരുവൻ 1. അവരോട് പറഞ്ഞു, നിങ്ങൾ വ്യാപാരം ചെയ്യണം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പലരും താലന്തിൻ്റെ എണ്ണം നോക്കി, വലിപ്പം നോക്കി, വില നോക്കിയിട്ടാണ് അത് വ്യാപാരം ചെയ്യണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. ഈ താലന്തുകൾ ലഭിച്ച ദാസന്മാരോട് ഞാൻ പറയട്ടെ, ഇതാരും നിങ്ങളാരും സൃഷ്ടിച്ച താലന്തുകളല്ല.
Not that I made it, not that I earned it. It was given to me. I mean, someone owned it. എൻ്റെ യജമാനന്റെ പക്കൽ ഉണ്ടായിരുന്നു. He mastered it. He had it and it was given to me. അവന്റെ പക്കൽ ഉണ്ടായിരുന്നത്, അവൻ ആരംഭിച്ചത്, അതെന്നെ ഏൽപ്പിച്ചെന്നേ ഉള്ളൂ. അല്ല, ഇത് ഞാൻ കണ്ടെത്തിയതല്ല, ഇത് ഞാൻ സൃഷ്ടിച്ചെടുത്തതല്ല, ഇത് എന്റെ സ്വത്തല്ല, എന്റെ കയ്യിൽ ഇത് തന്നതാ. സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് പലരും അതിന്റെ വിലയും മഹത്വവും തിരിച്ചറിയാതെ പോവുകയാണ്. എൻ്റെ കയ്യിൽ ഇത് ഏൽപ്പിക്കുമ്പോൾ, ഇത് ഏൽപ്പിച്ച യജമാനന്റെ ഉദ്ദേശമുണ്ടായിരുന്നു ഇത് കണ്ടിന്യൂ ചെയ്യണമെന്ന്, ഇത് തുടർന്നു വ്യാപാരം നടത്തണമെന്ന്, ഇത് കുഴിച്ചിടണമെന്നല്ല, ഇത് മറച്ചു വെക്കണമെന്നല്ല, ഇത് കണ്ടിന്യൂ ചെയ്യണമെന്ന്. ദൈവത്തിന് മഹത്വം. ഒരു സീസണിലേക്കല്ല ദൈവം വൃക്ഷങ്ങൾ മുളപ്പിക്കുന്നത്. ഓരോ സീസൺ മാറി മാറി വന്നാലും വൃക്ഷങ്ങൾക്ക് മാറ്റമുണ്ടാകുന്നില്ല, അതിന്റെ ജനിതഘടന മാറുന്നില്ല. അഭിഷേകം പ്രാപിച്ച സഭയെ, പരിശുദ്ധാത്മാവുള്ള സഭയെ, കൃപാവരങ്ങളുള്ള സഭയെ, യേശുവിന്റെ രക്തത്താൽ മുദ്രയിടപ്പെട്ട സഭയെ, നിന്റെ ജനിതക ശുദ്ധിക്ക് മാറ്റം വരാൻ പാടില്ല. ഇത് തുടരേണ്ട ഒരു ഘടനയാണ്. ഈ താലന്തുകൾ വ്യാപാരം ചെയ്യുവാനുള്ളതാണ്. Praise God. Hallelujah. ദൈവത്തിന് സ്തോത്രം. ചിലർ ചിന്തിക്കുന്നത്, എനിക്ക് ലഭിച്ചത് കുറഞ്ഞു പോയി, എനിക്ക് അധികം ചെയ്യുവാനുള്ള അവസരങ്ങളില്ല, എനിക്ക് മുൻനിരയിലേക്ക് വരുവാൻ കഴിയുന്നില്ല, എൻ്റെ കയ്യിലുള്ളത് ചെറുതാണ്. ദൈവത്തിന് സ്തോത്രം. നിന്നെ ഏൽപ്പിച്ചവൻ അറിയാം നിന്റെ കപ്പാസിറ്റി എന്താണ്. മുൻ US President Jimmy Carter, how many of you know that he was a Sunday school teacher for 40 years in Maranatha Baptist Church, Georgia? He even taught Sunday school after becoming president. പ്രസിഡന്റ് ആയ ശേഷവും അദ്ദേഹം ചർച്ചിൽ സൺഡേ സ്കൂൾ പഠിപ്പിക്കാൻ പോകും. പ്രോട്ടോകോൾസ്, president protocol, security and everything. Pastor came and told him, please President, don't come to church to teach Sunday school anymore. ഞങ്ങൾക്ക് സർവീസ് നടത്താൻ പറ്റുന്നില്ല. ഹൈ സെക്യൂരിറ്റി, ആ പ്രസിഡന്റ് വരുന്ന പ്രോട്ടോകോളൊക്കെ കണക്കിലെടുത്ത് റെഗുലറായി സർവീസ് നടത്താൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് അങ്ങ് പ്രസിഡന്റിന്റെ റെസിഡന്റിൽ ഇരുന്നാൽ മതി, ചർച്ചിലേക്ക് സൺഡേ സ്കൂൾ പഠിപ്പിക്കാൻ വരണ്ടെന്ന് പറഞ്ഞപ്പോൾ പ്രസിഡന്റ് പറഞ്ഞതാണ്, പാസ്റ്റർ, പ്രസിഡന്റ് പദവി വേണമെങ്കിൽ ഞാൻ വിടാം, പക്ഷേ എൻ്റെ കർത്താവിനെ ഏൽപ്പിച്ച ദൗത്യം വിടാൻ എനിക്ക് കഴിയത്തില്ല. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സൺഡേ സ്കൂൾ പഠിപ്പിക്കാനാ നിന്നെ വിളിക്കുന്നതെങ്കിൽ, അല്ല അഷറായിരിക്കാനാ നിന്നെ വിളിപ്പിക്കുന്നതെങ്കിൽ, ബാത്റൂം ക്ലീൻ ചെയ്യാൻ നിന്റെ പണിയെങ്കിൽ, ദൈവം നിന്നെ ഏൽപ്പിച്ച താലന്ത്, അത് സ്റ്റേജിലാകട്ടെ, അത് പുറകിലാകട്ടെ, ഇനി പുറത്ത് പാർക്കിംഗ് ലോട്ടിലാകട്ടെ, നിന്നെ ഏൽപ്പിച്ചത് നിന്റെ പ്രാപ്തിക്കൊത്തവണ്ണമാണെന്ന് നീ തിരിച്ചറിഞ്ഞിട്ട് അത് വിശ്വസ്തയോടെ വ്യാപാരം ചെയ്താൽ, അത് വിശ്വസ്തയോടെ വ്യാപാരം ചെയ്താൽ വർദ്ധിപ്പിക്കുന്നവന്റെ കരം നിന്റെ മേൽ നിഴലിടുമെന്ന് വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഉറപ്പു തരാം. ഒന്ന് ലഭിച്ചവൻ കുഴിച്ചിട്ടു, മറച്ചു വച്ചു, അവൻ വ്യാപാരം ചെയ്തില്ല. എന്നാൽ 5 ലഭിച്ചവൻ വ്യാപാരം ചെയ്തു, അവൻ 5 കൂടെ നേടി. You can see 2 types of servants in that book. 2 types of servant. ആരായി? 2 തരക്കാർ. ഒന്ന് വിശ്വസ്തൻ, 2 മടിയൻ. അവനോട് പറഞ്ഞു വിശ്വസ്തനായ ദാസനെ, മറ്റവനോട് പറഞ്ഞു മടിയനായ ദാസനെ. വിശ്വസ്തന്റെ പ്രത്യേകത എന്താണ്? He multiplied. അവൻ വർദ്ധിപ്പിച്ചു. വിശ്വസ്തന്റെ ജോലി എന്താണ്? വർദ്ധിപ്പിക്കുക. വർദ്ധിക്കുന്നില്ലെങ്കിൽ നീ ആരാണ്? നീ മടിയനാണ്. നിന്റെ ശുശ്രൂഷയിൽ വർധനവ് വരണം, നിന്റെ വേലയിൽ വർധനവ് വരണം, നിന്റെ അധ്വാനത്തിൽ വർധനവ് വരണം, നിന്റെ പ്രാർത്ഥനയിൽ വർധനവ് വരണം, നിന്റെ ആരാധനയിൽ വർധനവ് വരണം, നീ കൊടുക്കുന്ന സർവീസിൽ വർധനവ് വരണം, നീ കൊടുക്കുന്ന കാണിക്കയിൽ വർധനവ് വരണം, നിന്റെ സ്നേഹം വർദ്ധിക്കണം, ദൈവസഭയോടുള്ള ശുശ്രൂഷയിൽ വർധനവ് വരണം. എന്തിനു വരണം? എന്തുകൊണ്ട് വരണം? കണക്ക് ചോദിക്കുന്നവൻ വരും. പ്രൈസ് ദി ലോർഡ്. അവിടെ എങ്ങനെ വായിക്കുന്നു? ഏറിയ കാലം കഴിഞ്ഞപ്പോ, ഏറിയ കാലം നമ്മുടെ പ്രശ്നം അതാ. കാലം കഴിയുമ്പോ നമ്മൾ ചിന്തിക്കുന്ന ഇനി അവൻ വരില്ല, ഇനി അവൻ വരില്ല, വന്നാലും അവൻ ചോദിക്കില്ല, വന്നാലും അവൻ ചോദിക്കില്ല. നമ്മുടെ ചിന്തകളാണ്, കാലം കഴിഞ്ഞല്ലോ, വൈകിയല്ലോ, അവൻ വരില്ല, വന്നാലും അവൻ ചോദിക്കില്ല. പക്ഷെ when you come to that particular verse, we talks about business.
സ്ട്രിക്ട്ലി ബിസിനസ്. ഇവിടെ ഇരിപ്പുണ്ട് ബിസിനസ്സുകാര്. വെൻ യു ഹാവ് എ ബിസിനസ് ടോക്ക്, അവിടെ പിന്നെ സോഫ്റ്റ് ഒന്നുമല്ല. ബിസിനസ് ടോക്ക് ഭയങ്കര സ്ട്രിക്റ്റാ. ആ ടേം എക്സാക്ട്ലി ആ ടേമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. കണക്ക് പറയുന്ന സമയം, accountability, കണക്ക് പറയുന്ന സമയം. ഇറ്റ്സ് സ്ട്രിക്ട്ലി എ ബിസിനസ് ടേം യൂസ്ഡ് ഇൻ ദ ബൈബിൾ. കണക്ക് ചോദിക്കുമ്പോ നീ ചെറിയവനോ വലിയവനോ, നീ പൈസ ഉള്ളവനോ കുറഞ്ഞവനോ, ഇതൊന്നും ഇവിടെ പ്രശ്നമല്ല. നിന്നെ ഏൽപ്പിച്ചതിന്റെ കണക്ക് കൃത്യമായി നീ കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. കണക്ക് ചോദിക്കും, നീ ഉത്തരം പറയണം. ദൈവത്തിന് സ്തോത്രം. നീ പറയാണ്, സപ്പോസ് നീ പറയാണ്, ഞാൻ ഒട്ടും വ്യാപാരം ചെയ്തില്ല, എനിക്ക് സമയം കിട്ടിയില്ല, എനിക്ക് അവസരം കിട്ടിയില്ല, എന്നെ ആരും മുമ്പിലേക്ക് കൊണ്ടുവന്നില്ല. കണക്ക് ചോദിക്കുന്നവൻ പറയും, oh, he's not going to fire you. No. He's not going to transfer you. No. ഇവിടെ ഒത്തില്ല, വേറൊരു സ്ഥലം. No. That's not the policy here. ഇവിടെ കൊടുത്തിരിക്കുന്ന പോളിസി വേറെയാണ്. നിന്നെ ട്രാൻസ്ഫർ ചെയ്യുന്നോ, നിനക്ക് പണിഷ്മെന്റ് തരുമെന്നോ, നിന്നെ ഫയർ ചെയ്യുന്നോ അല്ല. അത് ഇവിടത്തെ ലോകത്തിന്റെ പോളിസിയാ. ഇവിടെ പറയുന്നു, ദുഷ്ടനും മടിയനുമായവനെ നിനക്ക് സ്വർഗം തരത്തില്ലെന്ന്. സ്വർഗം നഷ്ടപ്പെടുത്തിയവർ നമ്മുടെ ഇടയിലുണ്ട്. മടങ്ങി വരണം. പ്രൈസ് ദ ലോർഡ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. അവൻ റിവാർഡ് ചെയ്യുമ്പോൾ, കണക്ക് ചോദിക്കുമ്പോൾ വിശുദ്ധിയോടെ വിശ്വസ്തയോടെ അവനെ കണക്കേൽപ്പിക്കുവാൻ നാം ബാധ്യസ്ഥരാണ്. ഞാൻ വാക്കുകൾ ഇവിടെ നിർത്തുന്നതിന് സമയം കഴിഞ്ഞു. ഇന്ന് പകലിൽ ഞാൻ ചോദിക്കുന്നു, വിശ്വസ്തന്മാരുടെ കൂട്ടത്തിൽ നിൽക്കുവാൻ എത്ര പേരുണ്ട്? ആമേൻ. പരിശുദ്ധാത്മാവുമായി യൂണിഫൈഡ് ആകുവാൻ തയ്യാറുള്ള എത്ര പേരുണ്ട്? ആത്മാവിന്റെ പ്രവൃത്തിക്ക് വേണ്ടി ഒന്ന് മുമ്പോട്ട് കയറി നിൽക്കുവാൻ കൊതിയുള്ള എത്ര പേരുണ്ട്? പരിശുദ്ധാത്മാവിന്റെ ഒരു ഒഴുക്ക് വന്നാൽ അത് എന്നിലേക്ക്, എന്റെ കുടുംബത്തിലേക്ക്, എന്റെ സഭയിലേക്ക് ഒഴുകണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേർ ഇന്ന് പകലിൽ ഇവിടെ ഇരിപ്പുണ്ട്? ഈ അവസരം നഷ്ടമാക്കരുത്. ഇത് വെറുതെ സംഭവിക്കുന്ന ഒരു കോൺഫറൻസ് അല്ല. ഈ സീസൺ മാറുന്ന ഒരു കോൺഫറൻസ് ആണ്. ഒരു പുതിയ സീസൺ ആരംഭിക്കുകയാണ്. സഭയെ നമുക്കൊരുങ്ങാം. കർത്താവിന്റെ പ്രവൃത്തികൾക്കായി നമുക്കൊരുങ്ങാം. അവന്റെ വേലയ്ക്കായി നമുക്കൊരുങ്ങാം. ആത്മാവിനോട് ഐകമത്യപ്പെടാം. സഭ ഒന്നായി, ജനം ഒന്നായി, വിശുദ്ധർ ഒന്നായി, അഭിഷക്തന്മാർ ഒന്നായി, പരിശുദ്ധാത്മാവുമായി ചേർന്ന് നിൽക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ അവസരം ഒരുക്കിയ പ്രിയമുള്ളവർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകളെ നിർത്തുന്നു.